ഹായ് ഫ്രണ്ട്സ്, ക്ലോസ് സർക്കിളിലുള്ള 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തിനാണ് ഈ 1000-2000 രൂപയൊക്കെ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് ഈ മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിലെന്താണ് ഉപയോഗം, വെറുതെ ഈ 2000 രൂപ കളഞ്ഞ എന്തിനാണ്, നിങ്ങൾക്ക് അല്ലാതെ റോഡിൽ കൂടെ ഓടിക്കൂടെ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി, ഇപ്പം ഈ ചോദ്യം എൻ്റെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് കുറേ പേര് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയും പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോത്ത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റൊക്കെ ഉള്ള ടൈപ്പ് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ കാണും. പിന്നെ അടുത്തൊരു കാറ്റഗറിയിലുള്ള ആൾക്കാർ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരെന്ന് പറയുമ്പോൾ ഇതേപോലെ 1000 രൂപ 2000 രൂപയൊക്കെ ചിലവാക്കി എന്തിനാണ് മാരത്തോൺ ഓടാൻ പോകുന്നത്, ആ കാശ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു എമൗണ്ട് നമുക്ക് കിട്ടില്ലേ, അപ്പോൾ ആ 1000-2000 രൂപ വെച്ച് എന്തൊക്കെ ചെയ്യാം, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഇവർക്ക്. ഓക്കെ, ഏറ്റവും പറയുന്നതല്ല, ഞാൻ 2 ടൈപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ അബണ്ടൻറ്റ് മൈൻഡ് സെറ്റ്, അതായത് ഗ്രോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പുതിയ കാര്യങ്ങൾ അഡ്വഞ്ചറുകൾ ചെയ്യണം എന്നൊക്കെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ള 2000-1000 രൂപ കൊടുത്താലും അത് വീണ്ടും വന്നോളും, എന്തെങ്കിലും വഴി ഏതെങ്കിലും കറങ്ങി തിരിഞ്ഞ് എനിക്ക് തിരിച്ച് കിട്ടിക്കോളും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഈ ക്യാഷ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നവർ ആക്ച്വലി അവർക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും മോസ്റ്റ് പ്രോബബ്ലി ഒരു മാരത്തോണിന് 2 മാസം മുമ്പായിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ ലിങ്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു ഗോൾ സെറ്റിംഗ് മൈൻഡ് സെറ്റ് വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഡേറ്റിന് റൺ ചെയ്യണമെന്നുള്ള ഒരു ഗോൾ സെറ്റിംഗ് മൈൻഡ് സെറ്റ് വരും. ഈ ഒരു ഗോൾ സെറ്റിംഗ് മൈൻഡ് സെറ്റ് വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പുതിയ ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്ലീപ്പ് സൈക്കിളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ, കാര്യം വി ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ മാരത്തോൺ. സോ പല കാര്യങ്ങളും നമ്മൾ ട്രാക്ക് ചെയ്യാനും ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വരാൻ തുടങ്ങും. ഇത് നമ്മുടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 2 മാസം മുമ്പ് തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മുടെ ബോഡി ഈ ഒരു ഇവൻറ്റിന് വേണ്ടി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റേസ് ഡേയിൽ, ആ റേസ് റണ്ണിങ് മാരത്തോൺ ഡേയിലെന്ന് നമ്മൾ ഒത്തിരി പേര് നമ്മൾ അതേ സെയിം മൈൻഡ് സെറ്റ് ഉള്ള ഒത്തിരി പേര് നമ്മൾ മീറ്റ് ചെയ്യും. അവരുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ പറ്റും, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പുതിയ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു സോഷ്യൽ ഗ്യാതറിങ് പോലെയാണ്, മനസ്സിലായില്ലേ? അതിൽ നിന്ന് ഭയങ്കര കുറേ കാര്യങ്ങൾ നമുക്ക് പല ഏജിലുള്ളവർ പല പ്രശ്നങ്ങളുള്ളവർ, ഈവൻ വീൽ ചെയറിലുള്ളവർ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നമുക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാൻ നല്ലൊരു അവസരം കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാരത്തോൺ ഫിനിഷർ ആയി കഴിഞ്ഞാൽ നമ്മളൊരു വിന്നർ ആവണമെന്നല്ല, ചിലർ ഫണ്ണിന് വേണ്ടി റൺ ചെയ്യണമെന്ന്, ചിലർ പ്രൊഫഷണലി റണ്ണേഴ്സാണ്, ചിലർ ഈ ഒരു ഹെൽത്ത് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തവരായിരിക്കാം. അപ്പോൾ അങ്ങനെ പല ടൈപ്പിലുള്ള കാറ്റഗറീസിലുള്ള ഒരേ മൈൻഡഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും, അവർ കൂടെ ഗ്യാതറിങ് ചെയ്യാൻ പറ്റും. ഈ റേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മെഡൽ അവർ തരും, റേസ് ഫിനിഷ് ചെയ്യുന്നവർക്ക് മെഡൽ തരും. ആ ഒരു മെഡൽ എന്ന് പറയുമ്പോൾ വലിയ അച്ചീവ്മെൻ്റ് ഒന്നും ആയിരിക്കില്ല പലർക്കും. മെഡൽ നമ്മൾ ലൈഫ് ലോങ് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കീപ്പ് ചെയ്യുമ്പോൾ ആ മെഡൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്തോ അച്ചീവ് ചെയ്ത ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഫീൽ ഗുഡ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ മെഡൽ വീണ്ടും കാണും തോറും പുതിയ മാരത്തോണിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും, സെൽഫ് മോട്ടിവേറ്റഡ് ആവും. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടൊരു മാരത്തോൺ ഓടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഈ ഒരു 2000 രൂപ 1000 രൂപ മുടക്കി അല്ലെങ്കിൽ അത് സേവ് ചെയ്തെന്നും പറഞ്ഞ് ഈ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഈ 1000-2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 3 മാസത്തിൽ നിങ്ങൾ പോലും അറിയാതെ അല്ലെങ്കിൽ 2 മാസത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ ചെറിയ മാറ്റങ്ങൾ വരും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 2000-2000 എത്രയോ വലിയ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണെന്നറിയാമോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മളറിയാതെ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ ഒരു 2000-1000 രൂപ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു നഷ്ടവും ഞാൻ കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്നവരടുത്തും പറയാം, അതായത് എന്തിനാണ് ഈ 1000-2000 മുടക്കി ഓടാൻ പോകുന്നത്, വേറെ ജോലിയില്ലേന്ന് ചോദിച്ച് നമ്മളെ കളിയാക്കുന്നവർ കാണും. 1000-2000 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടി വരെ വാല്യൂ വരുന്ന നിങ്ങളുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു ലൈഫിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനൊക്കെ ഈ ഒരു മാരത്തോൺ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. യെസ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യു ആസ് എ ഹെൽത്തി പേഴ്സൺ ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ മാരത്തോൺ ഉണ്ട്, 3 കിലോമീറ്റർ 5 കിലോമീറ്ററിൻ്റെയൊക്കെ മാരത്തോണുകൾ നിങ്ങൾ നിയർ ബൈ ഒക്കെ വരുമ്പോൾ നിങ്ങൾ വൺസ് എങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാഷ് നോക്കണ്ട, ഇപ്പോൾ 500-1000 കൊടുത്താൽ പോലും നിങ്ങൾക്ക് ആ ക്യാഷ് വേറെ രീതിയിൽ നിങ്ങൾക്ക് തിരിച്ച് വന്നോളും. So always remember, health is your biggest wealth.